മോനെ കിടില സാധനം, ജ്യൂസി. ഹലോ ഗൈസ്, നമ്മളിന്ന് പെട്ടെന്നൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ഇൻസൈഡ് ദ ജാക്ക്. നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ: ഒരു 4 സബോള, 2 പച്ചമുളക്, കുറച്ച് വേപ്പില, 2 തക്കാളി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. നമുക്കാദ്യം പാത്രം ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് സവോളയും പച്ചമുളകും വേപ്പിലിടാം. നന്നായിട്ട് വഴറ്റണം. നമ്മളൊരു 1 കിലോ ചിക്കനാണ് എടുത്തേക്കണേ. അപ്പോൾ അതിന് ഇത്രയും സാധനങ്ങൾ മതി. ഒരു 4 സവോള, 2 തക്കാളി, പിന്നെ 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, ഇത്തിരി മഞ്ഞൾപ്പൊടി. സവോള ഏകദേശം ആയി വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇടാനുണ്ട്. അതിന് മുമ്പ് എനിക്ക് ഇത്തിരി വെളുത്തുള്ളി കൂടുതലുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി വെറുതെ ഇടാം. വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിടാം. തെറിച്ച് പോയി. ചതയ്ക്കാൻ വേറെ സാധനമൊക്കെ കൂടി ഉണ്ട്, പക്ഷേ എനിക്ക് വെളുത്തുള്ളി ഇഷ്ടമുള്ള കാരണം കൊണ്ടാണ് ചേർന്ന് കൂടുതൽ. അങ്ങനെ ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ കിട്ടോ. ചിക്കനിലേക്ക് ഇച്ചിരി ഉപ്പും ഇച്ചിരി മുളക് പൊടിയൊന്നും ഇട്ടിട്ടേ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും അത് നേരം വയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇച്ചിരി മതി. ഒന്ന് എരിവും ഉപ്പൊക്കെ പിടിക്കണമെങ്കിൽ പിടിച്ചോട്ടെ എന്ന് വെച്ചിട്ട്, നിർബന്ധമൊന്നുമല്ല അത്. ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഇനി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ പച്ചമണം ഒന്ന് പോകണം, അതുവരെ മിക്സ് ചെയ്യണം. ഓ ഷിറ്റ്, ഞാൻ ഈ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി ഗൈസ്. ഇനിയിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതിന് ശേഷമുള്ള ഷോട്ടായിരിക്കും ഈ ക്യാമറയിൽ കാണണം കേട്ടോ. ഇത്രയും നേരം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കിട്ടുമോ എന്തൊന്നും അറിയില്ല. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. സബോള നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗാർലിക് ഇട്ടു. ഗാർലിക് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഗാർലിക് ഇത്തിരി കൂടുതലിട്ടത്. അതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടു. അപ്പോൾ സബോള ഏകദേശം സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പൊടികളിടാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊടികളിടാം. ഇതിൻ്റെ അകത്ത് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, പൊടികളുടെ പച്ചമണം മാറാനായിട്ട്. എന്നിട്ട് നമുക്ക് തക്കാളി ഇടാം. ചെറിയ 2 തക്കാളി അതും കൊണ്ട് ഇട്ട് കൊടുക്കുക. തക്കാളി വേവാനായിട്ടൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റായി, നമുക്ക് തുറന്നു നോക്കാം. തക്കാളി വെന്തുണ്ടാവും. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എന്തായാലും വെന്തില്ലെങ്കിലും വെന്തു തുടങ്ങി. നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത്ര ചിക്കനാണ് നമുക്കുള്ളത്. 1 കിലോ ഉണ്ട്. ഇതും നമ്മൾ നല്ല വരട്ടി ഡ്രൈ ആക്കിയിട്ടൊക്കെ ഒരു സെമി ഗ്രേവി ആയിട്ട് എടുക്കണേ. എന്താ ലുക്ക്! ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ചിക്കനിൽ ഞാൻ ഓൾറെഡി ഉപ്പിത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഇത്തിരി ഗീ റൈസും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ആ വീഡിയോ വേറെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഗീ റൈസ് ഉണ്ടാക്കിയിട്ട് തരാം. ചിക്കൻ ഇവിടെ സൈഡിലാവട്ടെ.
അങ്ങനെ ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മേലെ ലേശം കുരുമുളക്, ഒരു ഭംഗി. സെറ്റ്. നമ്മുടെ ചിക്കൻ ആയതുകൊണ്ട് ചിക്കനായി അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ഒരു ഗീ റൈസ് ഉണ്ടാക്കി. അപ്പോൾ കഴിച്ചു നോക്കാം. എനിക്ക് എല്ലുള്ള പീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റാണ്. അത് കഴിച്ചു നോക്കാം. മോനെ കിടിലൻ സാധനം, ജ്യൂസി. നമുക്ക് ചോറും കേടും ചിക്കനും കൂടെ ഒരു പിടി പിടിച്ചോക്കാം. ഇങ്ങനെയാണ് തീറ്റെങ്കിൽ ഞാൻ തടി വയ്ക്കും. ഓൾറെഡി വയറ് ചാടിയിരിക്കണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.